1200 വർഷങ്ങൾ പഴക്കമുള്ള തിരുശരീരവും തിരുരക്തവുമാണ് നേപ്പിൾസിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള റെലിക്വറിയിൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. തിരുരക്തം 5 കട്ടകളായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതങ്ങനെ രൂപപ്പെട്ടതാണ്. സഭാ പണ്ഡിതന്മാർ ഇതിനെ 5 തിരുമുറിവുകളുടെ പ്രതീകമായിട്ടാണ് കാണുക. ഈ തിരുവോസ്തിയിലും തിരുരക്തത്തിലുമാണ് ഏറ്റവും അധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം തന്നെയാണ് ഏറ്റവും അധികം ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെട്ട കത്തോലിക്ക സഭയിലെ അത്ഭുതം. 1970-ലും 1980-കളിലും അതിവിശദമായ പഠനങ്ങൾ നടത്തപ്പെട്ടു. ഇതിനുവേണ്ടി പ്രത്യേകം കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു. ഒദാർദോ ലിനോലി, റുഗേറോ ബെർത്തേലി എന്നിവരായിരുന്നു ഈ പരീക്ഷണ സംഘത്തിൻ്റെ തലവന്മാരായി പ്രവർത്തിച്ചത്. മാത്രമല്ല, ഈ പഠനത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രത്യേകമായ സഹായവും ഉണ്ടായിരുന്നു. കാരണം ഇത് തെളിയിക്കപ്പെടേണ്ടത് ഒരു വലിയ ആവശ്യമായിട്ട് എല്ലാവർക്കും തോന്നിക്കാണണം. ഏതായാലും അതിവിശദമായ പഠനങ്ങളൊക്കെ നടത്തപ്പെട്ടു. പഠനത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. കത്തോലിക്ക സഭയ്ക്കും WHO-യ്ക്കും ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രത്യേകമായിട്ട് ഡോക്ടേഴ്സിൻ്റെ സംഘം പറയുന്നത് ഇവിടെ നടന്ന കാര്യങ്ങൾ സാധാരണ ശാസ്ത്രത്തിൻ്റെ കണക്കുകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. സാധാരണ തെളിവുകൾ വച്ച് അവയെ അളക്കാൻ പറ്റുകയില്ല. ദേ ഗോ ബിയോണ്ട് ദ നാച്ചുറൽ ടു ദ റെലം ഓഫ് സൂപ്പർ നാച്ചുറൽ.